ലോകത്ത് മാത്രമല്ല ഈ ലോകത്തും ഒട്ടേറെ നേട്ടങ്ങൾക്ക് വിശുദ്ധ ഖുർആന്റെ പഠനം കാരണമാകും. നമ്മൾ അനുഭവിക്കുന്ന ഏത് ജീവിത പ്രതിസന്ധിയെയും നേരിടാനുള്ള പോംവഴി വിശുദ്ധ ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത്തരമൊരു സുവർണാവസരവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ സമയത്തിന് വേണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ നെറ്റ്, നമ്മുടെ മൊബൈൽ ഫോൺ എന്നിവയൊക്കെ നാളെ പരലോകത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രവർത്തനമായി. അതുകൊണ്ട് ഈ ഓൺലൈനിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായും ഈ സമയത്ത് എല്ലാ ദിവസവും വീഴ്ച വരുത്താതെ ഖുർആൻ പഠനത്തിന് തയ്യാറാകും എന്ന് മാത്രം അഭ്യർത്ഥിച്ചു. ഇന്നത്തെ എടുക്കുന്നവയെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ടി വി അഹമ്മദ് സാഹിബിനോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, ആഴ്ചതോറും നടത്തിവരുന്ന ഖുർആൻ ക്ലാസിന്റെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഖുർആൻ പഠനത്തിന് മുൻതൂക്കം നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടെ, ആദർശം കെടാതെ സൂക്ഷിക്കുക എന്ന മറ്റൊരു ലക്ഷ്യത്തോടെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതാണ് എന്ന ലക്ഷ്യത്തോടെ നാം മുന്നോട്ട് വെച്ച ഈ സംരംഭം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുർആനെ കുറിച്ച് ഖുർആനിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് നിരൂപണം നടത്തിയ പല ആളുകളും നമ്മോട് പറയുന്നത്. കടലിലെ മീനും പവിഴവും മുത്തും എല്ലാം കടലിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. മത്സ്യത്തിന് പോകുന്ന ആളുകൾ മത്സ്യം പിടിച്ചു കൊണ്ടുവരും, മുത്തിന് പോകുന്ന ആളുകൾക്ക് മുത്ത് ലഭിക്കും, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തപ്പിയാൽ പവിഴവും ലഭിക്കും. എന്നുവെച്ചാൽ ഒരു നിത്യനൂതന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നർത്ഥം. ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു നന്മ തേടുന്ന ആളുകൾക്ക് അത് ശേഖരിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഉദ്ദേശ ലക്ഷ്യത്തോടെ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്തും ലഭിക്കുന്ന ഒരു ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ആ ഗ്രന്ഥം നിലകൊള്ളുന്നു. അതിന് സമാനമായി മറ്റൊന്ന് ഇറക്കാൻ ഖുർആൻ നടത്തിയ വെല്ലുവിളി ഇന്നും അവശേഷിക്കുന്നു. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇന്നും നമ്മോട് ക്ലാസ് എടുക്കുന്നത് ഗുൽസാർ മൗലവി അവർകൾ തന്നെയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ലാസ് എടുക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ സൂറ അൽ ഗാശിയ പരിചയപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത സൂറത്തായ, അതായത് 87-ാമത്തെ അധ്യായം സൂറ അൽ അഅ്ലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സൂറത്താണ് സൂറ അൽ അഅ്ല. അദ്ദേഹം എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതിയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ വിത്റിൽ നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. സ്വലാത്തുൽ വിത്റിൽ പതിവായി ഓതിയിരുന്ന ഒരു സൂറയാണ് സൂറ അൽ അഅ്ല. അഅ്ല എന്ന് പറഞ്ഞാൽ അത്യുന്നതമായ, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എന്നാണ് അതിനർത്ഥം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ജുമഅയിലും പെരുന്നാൾ നമസ്കാരങ്ങളിലുമെല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഓതിയിരുന്ന സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറ അൽ അഅ്ല. വളരെ
കുറഞ്ഞ ആയത്തുകളുള്ള, ഏകദേശം 19 ആയത്തുകളുള്ള ചെറിയ ഒരു സൂറത്ത്, നമുക്കൊക്കെ മനഃപ്പാടമുള്ള ആശയവും അർത്ഥവുമെല്ലാം അറിയുന്ന ഒരു സൂറത്ത് തന്നെയാണ്. പക്ഷെ നമ്മളൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടെ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കിയതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായി ഒന്ന് മനസ്സിലാക്കാനാണ് ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തുടങ്ങല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. രണ്ട് പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഏക സൂറത്താണ് സൂറ അൽ-അഅ്ല. ഇബ്രാഹിം, മൂസ അലൈഹിമസ്സലാം, രണ്ട് പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. തുടങ്ങാം നമുക്ക്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല. അർത്ഥം അറിയില്ല എല്ലാവർക്കും അല്ലേ? സബ്ബഹ, സബ്ബഹയുടെ മുളാരി എന്താണ്? പറയാട്ടോ, നിങ്ങൾക്ക് ഇതിൽ ഇടപെടാവുന്നതാണ്. സബ്ബഹ മുളാരി യുസബ്ബിഹു, സബ്ബഹ യുസബ്ബിഹു. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സബ്ബിഹ് എന്നാണ്. സബ്ബിഹ് അംറാണ്. സബ്ബഹ എന്ന മാളി, യുസബ്ബിഹു മുളാരി, സബ്ബിഹ് അംറാണ്, കൽപ്പനയാണ്. അപ്പോ അതിനർത്ഥം പറയേണ്ടത് നീ പ്രകീർത്തിക്കുക. സബ്ബഹ പ്രകീർത്തിച്ചു, സബ്ബിഹ് നീ പ്രകീർത്തിക്കുക. ഇസ്മ നാമത്തെ, പേരിനെ പ്രകീർത്തിക്കുക. സബ്ബിഹ് ഇസ്മ, അപ്പൊ അത് പിന്നെ ഇസ്മിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ് അവിടെ കെസ്ർ വന്നിട്ടുള്ളത്. സബ്ബിഹ് ഇസ്മ എന്നത് സബ്ബിഹിസ്മ എന്നായി മാറി. സബ്ബിഹിസ്മ റബ്ബിക, ആരെ പേരാണ് പ്രകീർത്തിക്കേണ്ടത്? റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. അപ്പൊ നിന്റെ റബ്ബിൻ്റെ പേരിനെ, നാമത്തെ നീ പ്രകീർത്തിക്കുക. ഇനി ആ റബ്ബ് ആരാണ്? അൽ അഅ്ല, അത്യുന്നതനായ, ഏറ്റവും ഉന്നതനായ, ഏറ്റവും മുകളിലുള്ള നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക. സബ്ബഹ യുസബ്ബിഹു, തസ്ബീഹ് സുബ്ഹാന, മാളി, മുളാരി, അംർ, മസ്ദർ, ഇതെല്ലാം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ മുളാരി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയാമോ? സബ്ബഹയുടെ മുളാരി എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്?
സൂറ ജുമുഅയിലില്ലേ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി എന്ന് തുടങ്ങുന്നുണ്ട്. യുസബ്ബിഹു. ഇനി മാദി ഉപയോഗിച്ചിട്ടുണ്ട്, സബ്ബഹ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി. മാദി മുളാരി ഉപയോഗിച്ചു, ഇവിടെ അംറു ഉപയോഗിച്ചു. സബ്ബിഹ്, നീ തസ്ബീഹ് ചൊല്ലുക. ഇനി സൂറത്ത് ഇസ്രാ ആരംഭിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദ്. അവിടെ സുബ്ഹാന എന്ന പദം ഉപയോഗിച്ചു. അപ്പോൾ സബ്ബഹയുടെ സുബ്ഹാനയുടെ എല്ലാ രൂപങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാവുന്നതാണ്. എന്താണ് ശരിക്ക് സബ്ബഹയുടെ അർത്ഥം ഒന്ന് പറയാമോ? സബ്ബഹ യുസബ്ബിഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറിയുന്നവർ പറയും. പ്രകീർത്തിക്കുക. പ്രകീർത്തിക്കുക എന്നതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു നല്ല മലയാളമാണ്. ഒരു ഫോമിന് വേണ്ടി നമ്മൾ എന്താ ഈ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്താ മനസ്സിലായത്? വാഴ്ത്തുക. അതെ, വാഴ്ത്തുക, പ്രകീർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൻ അത് മനസ്സിലാവില്ലല്ലോ അതെന്താന്നുള്ളത്. അതൊരു മലയാളമാണ്, നല്ലൊരു മലയാളമാണ്. പ്രകീർത്തിക്കുക, വാഴ്ത്തുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ്. സാധാരണഗതിയിൽ അതിന്റെ ഒരു പച്ച മലയാളം അല്ല, അത് അറബിയല്ല, മലയാളമായിട്ടുണ്ട്. നമ്മള് ഞാൻ പറയാം, സിബാഹത്ത് എന്ന് കേട്ടില്ലേ നമ്മള്? സിബാഹത്ത് അറിയില്ല എല്ലാവർക്കും? എന്താണ് സിബാഹത്ത്? സബഹ, സിബാഹത്ത്, നീന്തൽ എന്നാണ് സിബാഹത്ത് എന്ന് പറയാം. നീന്തുക അല്ലെ? അതൊക്കെ ഇതിൽ നിന്ന് വന്നാണ് ഈ പദം സിബാഹത്ത്, സബഹ, സബ്ബഹ. ഈ സിബാഹത്തില് എന്താണ് സാധാരണ സംഭവിക്കുന്നത്? നീന്തൽ എങ്ങനെയാണ് ശരിക്ക്? എങ്ങനെ നീന്തല്? അങ്ങനെ കിടന്നാ നീന്തലാവോ? ഇല്ലല്ലോ. വെള്ളത്തിൽ കിടന്നാ നീന്തലാവില്ല. അതിന് കൈകാലുകൾ ചലിപ്പിക്കണം അല്ലെ? അപ്പോ ഹർക്കത്താണ് സിബാഹത്ത്. ശരിക്കും എന്താണ്? ഹർക്കത്താണ്. അപ്പൊ ശരിക്കും സബഹ എന്നതിന്റെ സബഹയുടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് തഹറക ലി ഖസ്ദിൻ എന്നാണ്. ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചലിക്കുക എന്നാണ്. ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചലിക്കുക. ഹലോ, കേൾക്കുന്നില്ലേ? മുബാറക്ക് എന്തേലും പറഞ്ഞോ? അപ്പൊ സബഹ എന്ന പദത്തിനർത്ഥം എന്താണ്? തഹറക്ക ലി ഖസ്ദിൻ, ഒരു ഉദ്ദേശത്തിനു വേണ്ടി, ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചലിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ? സബഹ എന്ന് പറയാ. അപ്പോ പിന്നെ സബ്ബഹ ലില്ലാഹി, യുസബ്ബിഹു ലില്ലാഹി, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചലിപ്പിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി. സബ്ബഹ ലില്ലാഹി ബിഖൽബിഹി വലിസാനിഹി. ഇതാണ് സബ്ബിഹിസ്മ, നീ അള്ളാഹുവിന്റെ നാമത്തെ, റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയവും നിന്റെ നാവും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അത് ചലിപ്പിച്ചുകൊണ്ട്. അത് അപ്പൊ ഹർക്കത്തുൽ ലിസാൻ വൽ ഖൽബാണ്. അപ്പൊ നമുക്ക് ഈ സുബ്ഹാനല്ലാഹ്, സബ്ബിഹിസ്മ, നീ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ വാഴ്ത്തുക, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ നാവിനെ, നാവ് ചലിക്കുന്നതോടൊപ്പം തന്നെ വെറും ലാ ഇലാഹ ഇങ്ങനെ നമ്മൾ ചില ആളുകൾക്ക് കണ്ടില്ലേ, ഇങ്ങനെ ആ മാല പിടിച്ച് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ തസ്ബീഹ് മാല അല്ലെങ്കിൽ മെഷീനാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ അത് ചൊല്ലുന്നുണ്ടാവും. അതൊക്കെ ശരിക്കും ലിസാന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതല്ല. ഖൽബിഹി വലിസാനിഹി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ചലിപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അപ്പൊ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് സുബ്ഹാനയുടെ അർത്ഥം. അതെന്തുകൊണ്ടായിരിക്കണം?
ബിഖൽബിഹി വ ലിസാനിഹി, ഹൃദയം കൊണ്ടും നാവുകൊണ്ടും. അപ്പോൾ നാവിൻ്റെ ചലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ തഹറുക്കുൽ ലിസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ ഓർക്കലാണ്. അള്ളാഹുവിനെ പല ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയങ്ങളിലായി നമുക്ക് പറയാൻ വേണ്ടി, ചൊല്ലാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെയാണ് നമ്മൾ പ്രകീർത്തിക്കേണ്ടത്. അതിൻ്റെ ആ നാമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ ഉയർത്തുകയാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. അത് 4 തരത്തിലുണ്ട്. ഒന്ന് തസ്ബീഹ് ലിദാത്തിഹി, അള്ളാഹിൻ്റെ ദാത്തിനെ നമ്മൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അള്ളാഹിൻ്റെ ദാത്ത്, അള്ളാഹ്ക്കൊരു ദാത്തുണ്ട്, നമുക്കൊരു ദാത്തുണ്ട്, അള്ളാഹുവിനൊരു ദാത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിനെ നമ്മൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹിൻ്റെ ദാത്ത് പോലെ ഒരു ദാത്ത് ഇല്ല, അവനെ പോലെ മറ്റൊന്നുമില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. ഹുവൽ അവ്വൽ, നമ്മൾ അള്ളാഹിൻ്റെ ദാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ ദാത്തിനെ നമ്മൾ തസ്ബീഹ് ചെയ്യണം, പുകഴ്ത്തണം, വാഴ്ത്തണം. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം, നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും. ഹുവൽ അവ്വൽ, അവൻ ആദ്യത്തവനാണ്. വലൈസ ഖബ്ലഹു ഷൈഉൻ, ആദ്യത്തവൻ എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊരാൾ ഇല്ല, അവന് മുമ്പൊരാളില്ല. ഹുവൽ ആഖിർ, അവൻ അവസാനത്തവനാണ്. വലൈസ ബഅദഹു ഷൈഉൻ, അവന് ശേഷം വേറൊന്നില്ല. വഹുവ ളാഹിറുൻ വലൈസ ഫൗഖഹു ഷൈഉൻ വഹുവൽ ബാത്തിൻ വലൈസ ദൂനഹു ഷൈഉൻ ലാ തുദ്രികുൽ അബ്സ്വാർ, കണ്ണുകൾ, അബ്സ്വാറുകൾ അവനെ എത്തിപ്പിടിക്കാൻ കഴിയില്ല. അള്ളാന്റെ ദാത്ത് എങ്ങനെയാണ്, അള്ളാഹ് എങ്ങനെയാണ് എന്ന് ഒരാൾക്കും തന്നെ കണ്ടെത്താൻ കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സ്വാർ, അവൻ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് അള്ളാന്റെ ദാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യേണ്ടത്. ഈ വിഷയത്തിലാണ് പിന്നെ സാമിരി ഒരു കളി കളിച്ചത്. നമുക്കറിയാലോ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം അറിയാലോ. മൂസാ നബി അലൈഹി ഇസ്ലാം ഏട് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ ഇതിനാരോധിച്ചോളി, ഇതാ പടച്ചവന്റെ രൂപതാണ്, മൂസ തെരഞ്ഞു പോയ ദൈവല്ലേ പടച്ചവൻ, അത് ഇതാണ് എന്ന് പറഞ്ഞ ഒരു ദാത്തിനുണ്ടാക്കി അവിടെ, അല്ലേ? എന്നിട്ട് അതിനെ പരിശുദ്ധപ്പെടുത്താനാണ്, അതിനെ ദിക്ർ ചെയ്യാനാണ് സാമിരി അന്നത്തെ ആളുകളോട് കൽപ്പിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാന്റെ ദാത്തിനെ ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മനുഷ്യൻ കൃത്യമായി അറിയേണ്ടതുണ്ട്. അള്ളാഹ് എങ്ങനെയുള്ളവനാണ്. ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ. രണ്ടാമത്തെ ഒരു തസ്ബീഹ് നമുക്ക് ആവശ്യമുള്ളത് തസ്ബീഹുൽ ലിസിഫാത്തിഹി. അള്ളാഹ്ക്ക് ഒരുപാട് വിശേഷ ഗുണങ്ങളുണ്ട്, സിഫാത്തുകളുണ്ട്. ആ സിഫത്തുകളെല്ലാം അത് അവന് മാത്രമാണ്, വേറൊരാൾക്ക് ഉണ്ടാവില്ല, അല്ലേ? വല്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അത് വേറെ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകൾ പോലെ തന്നെ അള്ളാഹ്ക്ക് ഒരുപാട് വിശേഷ ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, വേറൊരാൾക്കുമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹം, മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമാണ് എന്ന് പറയാൻ പലർക്കും മടിയുണ്ട്. കാരണം അള്ളാഹ് അല്ലാത്ത വേറെ ചില ആളുകൾക്കൊക്കെ ചില ഗുണവിശേഷണങ്ങൾ, അള്ളാഹിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അമ്പിയ ഔലിയാക്കന്മാർക്ക്, അവർ കൽപ്പിക്കുന്ന ചില ആളുകൾക്കൊക്കെ, പറയുന്ന ചില ആളുകൾക്കൊക്കെ അവർക്കൊക്കെ കഴിയും എന്ന ഒരു വിശ്വാസം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ തസ്ബീഹാണ് തസ്ബീഹുൽ ലി അസ്മാഇഹി. ആദ്യത്തേത് തസ്ബീഹുൽ ലി ദാത്തിഹി, രണ്ട് തസ്ബീഹ് ലി സിഫാത്തിഹി, അള്ളാഹിൻ്റെ സിഫത്തുകളെ തസ്ബീഹ് ചെയ്യണം. മൂന്നാമത്തേത് അള്ളാഹ്ക്ക് 99ഓളം നാമങ്ങളുണ്ട്. ലാ യുഹീതു ബിഹാ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ വേറെ ആരും അത് വലയം ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും ആ അസ്മാഉകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ റഹ്മാൻ, റഹീം, റഊഫ്, ജബ്ബാർ, അല്ലേ, ഇങ്ങനെ തുടങ്ങി അള്ളാഹ്ക്ക് ഒരുപാട് പേരുകൾ, 99ഓളം പേരുകൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. അപ്പോൾ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഗുണവിശേഷങ്ങളായിരുന്നാലും പേരുകളായിരുന്നാലും
അത് തസ്ബീഹ് ചെയ്യാൻ നമുക്ക് കഴിയണം. നാലാമത്തെ ഒരു തസ്ബീഹ് ഉള്ളത് തസ്ബീഹുൽ ലി അഫ്ആലിഹി, അള്ളാന്റെ പ്രവർത്തനങ്ങളെ തസ്ബീഹ് ചെയ്യണം. അല്ലേ? അള്ളാഹു ആദിലാണ്, നീതിമാനാണ്. അള്ളാഹ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, അല്ലേ, അതിലൊക്കെ തസ്ബീഹ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മനുഷ്യൻ ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അള്ളാഹു ചില പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെങ്ങനെ ചെയ്യുന്നത് പോലെയാണ് അള്ളയും ചെയ്യുന്നത് എന്ന ഒരു വിചാരമോ വികാരമോ നമുക്കുണ്ടാവാൻ പാടില്ല. അള്ളാഹു ചെയ്യുന്നുണ്ട്, പക്ഷേ അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. വൽ കൈഫിയത്തു മജ്ഹൂലൻ, അള്ളാഹ് ഇരിക്കുന്നുണ്ട്. റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എന്നാൽ നമ്മളിങ്ങനെ കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണോ? അല്ല. വൽ കൈഫിയത്തു മജ്ഹൂലൻ, അതിൻ്റെ രൂപം അജ്ഞാതമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെക്കുറിച്ച് ചോദിക്കൽ ബിദ്അത്താണെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹ് ഇങ്ങനെ ഇപ്പോൾ അർശിൽ ആ സിംഹാസനത്തിൽ അള്ളാഹ് എങ്ങനെ ഇരിക്കുന്നത്, അതിൻ്റെ രൂപങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് സുആലു അൻഹു ബിദ്അ, അത് ബിദ്അത്താണ്, ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം എന്ന് പറയുക. അപ്പം അതാണ്, ആ ഇരുത്തം വേറെയാണ്, നമ്മുടെ ഇരുത്തം വേറെയാണ്. അപ്പം അതാണ് അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹു ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ സുബ്ഹാന എന്ന് പറയുമ്പോൾ, എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ വരണം. സുബ്ഹാന ലിദാത്തിഹി, തസ്ബീഹ് ലിദാത്തിഹി, സിഫാത്തിഹി, അസ്മാഇഹി, അഫ്ആലിഹി. അള്ളാഹ് ദാത്തിലും സിഫത്തിലും അസ്മാഇലും അഫ്ആലിലും പരമപരിശുദ്ധനാണ് എന്ന് നമ്മുടെ ഖൽബിലേക്ക് വരികയും അങ്ങനെയാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ് വെറും ലഫ്ളിൽ മാത്രമല്ല, പദത്തിൽ മാത്രമല്ല, അത് ഹൃദയം തട്ടി വേണം പറയാം. അള്ളാഹിൻ്റെ ഒരുപാട് പേരുകൾ പറഞ്ഞില്ലേ, ആ പേരുകൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ആ പേരുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ഉച്ചരിക്കാൻ നമുക്ക് കഴിയും. ഇഷ്ടത്തോടെ ഉച്ചരിക്കണം. അല്ലേ? റഹ്മാൻ, റഹീം എന്നൊക്കെ പറയുമ്പോൾ കാരുണ്യവാൻ, അള്ളാഹു നമ്മോട് ചെയ്ത കാരുണ്യം അത്രയാണ്. ആ പേരുകൾ കേൾക്കുമ്പോൾ, റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ, റഹീം എന്ന് കേൾക്കുമ്പോൾ, ഗഫൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോട് വലിയ ഇഷ്ടവും സ്നേഹവും നമുക്കുണ്ടാവണം. അപ്പം അങ്ങനെ ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ, അല്ലേ? ഇപ്പോൾ റസൂൽ ഒരു സംഭവം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ ഒരു സ്ഥലത്തേക്ക് അമീറായി നിയോഗിച്ചു. അപ്പോൾ അമീർ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെയുള്ള ആ പള്ളി, അതുപോലെ തന്നെ അവിടെയുള്ള ദഅവ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള ഇമാമത്ത്, ജുമുഅ നേതൃത്വം, ഇതൊക്കെ ആ അമീറാണ് നിർവഹിക്കേണ്ടത്. അപ്പോൾ ഈ അമീറിനെ കുറിച്ച് പിന്നീട് ഒരു പരാതി വരികയാണ്. ഇയാൾ ഈ അമീർ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആയത്തുകളിലൊക്കെ, റക്അത്തുകളിലൊക്കെ ഇയാൾ സൂറ ഇഖ്ലാസ് ആണ് ഓതുന്നത്. വേറെ ഒരുപാട് സൂറത്തുകൾ ഉണ്ടല്ലോ ഖുർആനിൽ, അതൊന്നും ഓതൂല. ഇയാൾ ഇഖ്ലാസ് സൂറത്ത് ഇങ്ങനെ ഓതും. അപ്പോൾ പിന്നെ അതൊരു പരാതിയായിട്ട് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. അപ്പോൾ പിന്നെ അമീറിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇഖ്ലാസ് സൂറത്ത് മാത്രം ഓതുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനെ ഓതാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന ഉഹിബ്ബു സിഫത്ത റബ്ബി, ഞാൻ അള്ളാഹിൻ്റെ സിഫത്തിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരുപാട് സിഫത്തുകൾ പറയുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദ്, സ്വമദ്, അല്ലേ, ലം യലിദ് വലം യൂലദ്, ഇതൊക്കെ അള്ളാഹ്ക്ക് ഒരുപാട് സിഫത്തുകൾ വിശേഷിപ്പിക്കുന്ന, വിശേഷണങ്ങൾ പറയുന്ന ഒരു സൂറത്താണ് സൂറ ഇഖ്ലാസ്. അള്ളാഹ് ആരാണ് എന്നതിനെ വളരെ ബൃഹത്തായി ചുരുങ്ങിയ വാക്കുകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാവുന്ന, പറഞ്ഞു കൊടുക്കാവുന്ന ഒരു സൂറത്താണ് സൂറ അൽ ഇഖ്ലാസ്. അത് മതി എന്നുള്ളതാണ്. പലപ്പോഴും ഖുർആനിലെ മറ്റു സൂറത്തുകളൊന്നും ഇല്ലെങ്കിലും ശരി, സൂറത്തു അസറിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഖ്ലാസിനെ സംബന്ധിച്ചൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ ഈ സൂറത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അതിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളുണ്ട്, ആ സിഫത്തുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സിഫത്തിനോടുള്ള, അള്ളാഹുവിൻ്റെ സിഫത്തിനോടുള്ള നിന്റെ ആ ഇഷ്ടമുണ്ടല്ലോ, അത് അദ്ഖലകൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതണ്ടെന്ന് പറഞ്ഞില്ല, ഓതിക്കോന്നാണ് പറഞ്ഞത്. കാരണം ആ അമീറിന് അത്രയും ഇഷ്ടമുള്ള ഒരു സൂറത്തായിരുന്നു സൂറ ഇഖ്ലാസ്. ഇന്നൊക്കെ നോക്ക് നിങ്ങൾ, നമ്മളെ പള്ളികളിലൊക്കെ
ഏതെങ്കിലും ഒരു ഇമാം ഇങ്ങനെ സ്ഥിരമായിട്ട് കുലുഹുവല്ലാഹു ഓതുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, ആ ഈ പോയിക്കോല്ലേ, ഇത് ഓതാപ്പം ഞങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇമാമിനെ നമ്മൾ പിരിച്ചു വിടും. അല്ലെങ്കിൽ നമ്മൾ മാറ്റി ഓതാൻ പറയും. ഇതാണ് പിന്നെ നമ്മൾ ചെയ്യുക. കാരണം നമുക്കത് അതിൻ്റെ ആശയങ്ങളിലേക്കോ ആ ഒരു ഇഷ്ടമോ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ സഹാബികൾ അവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സൂറത്തുകളെ പ്രാധാന്യത്തോടു കൂടി കാണുകയും അതിൻ്റെ ആശയങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി, കാരണം അവർക്ക് ആ നമസ്കാരത്തിൽ പിന്നെ കൂടുതൽ ഭക്തിയും അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പമൊക്കെ കിട്ടാൻ ചിലപ്പോൾ ആ സൂറത്തുകൾ ഓതുമ്പോൾ കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണത് ആവർത്തിച്ച് പാരായണം. നമുക്കും ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ ചില സൂറത്തുകളോട് ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ നാവിലേക്ക് പെട്ടെന്ന് വരാറുണ്ട്. അത് ഒന്നുകിൽ നമ്മൾ പിന്നെ വളരെ നമ്മളെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള മനഃപ്പാടമുള്ള ഒരു സൂറത്ത് എന്നുള്ള നിലയ്ക്കായിരിക്കും അത് നാവിലേക്ക് വരിക. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചില സൂറത്തുകളോട് അതിൻ്റെ ആശയവും പിന്നെ അർത്ഥമൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചില സൂറത്തുകളോട് അല്ലെങ്കിൽ ചില ആയത്തുകളോട് ചില ഇഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ അള്ളാഹുവിൻ്റെ പേരുകളെ ഇഷ്ടപ്പെടാൻ കഴിയണം. ആ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹിൻ്റെ നാമങ്ങളെ ഇഷ്ടപ്പെട്ടാൽ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇജ്അലൂഹാ ഫീ സുജൂദിക്കും അൽ അഅ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുജൂദിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്നതമായ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ പ്രകീർത്തിക്കുക. ആ പ്രകീർത്തനം നമ്മൾ സുജൂദിൽ സ്ഥിരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന സൂറ അൽ വാഖിയയിൽ കാണാം. ഫസബ്ബിഹ്, നീ പ്രകീർത്തിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കുക, അൽ അദീം, ഉന്നതനായ. അലക്ക് പകരം അലീം എന്നാണ് സൂറ അൽ വാഖിയയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇജ്അലൂഹാ ഫിർ റുക്കൂ, ഇത് നിങ്ങൾ റുക്കൂയിലാക്കുകയും ചെയ്യുക. അപ്പോൾ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞത് ഈ രണ്ട് ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ സുബ്ഹാന, യുസബ്ബിഹു, തസ്ബീഹ് എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, നമസ്കാരത്തിൽ നമ്മൾ സുജൂദിലും റുക്കൂയിലും 3 തവണയോ അതിലേറെ തവണയോ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ആ സുബ്ഹാന എന്ന് നമ്മൾ പറയുമ്പോഴേക്ക് 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അള്ളാഹു അഫ്ആലിലും അസ്മായിലും സിഫാത്തിലും ആരിലുമെല്ലാം പരമപരിശുദ്ധനാകുന്നു. അവനുള്ളതെല്ലാം അവനുള്ളതാണ്, വേറെ ആർക്കുമില്ലാത്തതാണ്. അവന് തുല്യനായി ഒരാളും തന്നെയില്ല. ആ നാമങ്ങളെയും ഗുണവിശേഷങ്ങളെയും ഇഷ്ടത്തോടെ സന്തോഷത്തോടുകൂടി ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിച്ചേരാൻ അത് കാരണമായി തീരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആയത്ത് അവസാനിപ്പിക്കുകയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക, നീ വാഴ്ത്തുക. ഓക്കെ, അടുത്തത് വേറൊരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, പിന്നെ അസ്മാ അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുക്ക് ഒരുപാട് നാമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന് അസ്മാ ഉൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 വിഭജനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് അസ്മാ ഉൽ ജലാൽ, ജലാലത്തിൻ്റെ ഇസ്മുകളുണ്ട് അള്ളാഹുവിന്. അള്ളാഹ് ജലാലാണ്, ഖവിയാണ്, ജബ്ബാർ, ഖഹാർ, മുതകബ്ബിർ എന്നൊക്കെയുള്ള ജലാലത്തിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. അതുപോലെ തന്നെ അസ്മാ ഉൽ ജമാൽ, ജമാലിൻ്റെ, ഭംഗിയുടെ, കരീം, ലത്തീഫ്, ബസീർ, റഹ്മാൻ, മാന്യൻ, കനിവ് കാണിക്കുന്നവൻ, സൗമ്യൻ, അല്ലേ, ബസീർ, റഹ്മാൻ, ഇങ്ങനെയുള്ള മനോഹരമായ നാമങ്ങളും അള്ളാഹുവിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൂറത്ത് അലഖിൽ പിന്നെ
ആരംഭിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ ബിസ്മി റബ്ബിക്ക, റബ്ബിൻ്റെ നാമം കൊണ്ട് വായിക്കുക എന്നാണ് പറഞ്ഞത്. നേരത്തെ റബ്ബിൻ്റെ നാമം പ്രകീർത്തിക്കുക, അത് ഉറക്കെ കൽബ് കൊണ്ടും ലിസാന് കൊണ്ടും പറയുക എന്നാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ റബ്ബ്, ഇതിലെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. റബ്ബ് ആരാണ്? റബ്ബ് ഇഖ്റ ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ റബ്ബ് എന്ന് പറയുമ്പോൾ ആരാണ്? പടിപടിയായി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രക്ഷിതാവ് അല്ലേ? അങ്ങനെ റബ്ബിന് നമുക്ക് വിശദീകരണം കൊടുക്കാം അല്ലേ? പക്ഷേ ഓക്കെ, അത് നമുക്ക് റബ്ബ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. അല്ലദീ ഖലഖ ഫസവ്വ, അല്ലദീ അവൻ. ഇനി ആ റബ്ബിനെ കുറിച്ച് റബ്ബിനെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്, പരിചയപ്പെടുത്തുകയാണ്. അല്ലദീ ഖലഖ, അവൻ സൃഷ്ടിച്ചവനാണ്. ഫസവ്വ, എന്നിട്ട് അതിനെ തസ്വിയത്ത് നടത്തിയവനാണ്, നേരെയാക്കിയവനാണ്. സൃഷ്ടിക്കുകയും നേരെയാക്കുകയും ചെയ്യുക. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ആദ്യം അങ്ങനെ ഒരു കോലം ഉണ്ടാക്കും, പിന്നെ അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുമല്ലോ. ഏത് പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. ചെയ്യുന്ന സമയത്ത് അത് ശരിയാവണമെന്നില്ല. പക്ഷേ അള്ളാൻ്റെ അഫ്ആൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളെ പ്രവൃത്തികൾ വേറെയാണ്, അള്ളാൻ്റെ അഫ്ആല് വേറെയാണ്. അങ്ങനെ ഒരു ഏതെങ്കിലും പോരായ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ ശരിപ്പെടുത്തി എന്നൊരു വ്യാഖ്യാനം നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും എന്നിട്ട് നേരെയാക്കുകയും ചെയ്തു അല്ലേ? ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനുഷ്യൻ ആലോചിച്ചിട്ടുണ്ടോ? ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് അല്ലേ? ഒരു പോരായ്മയില്ലാതെ ഖുലിഖ മിൻ മാഇൻ, തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ, മറ്റുള്ള ആളുകൾ സൃഷ്ടിച്ചത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരിക. എൻ്റെ സൃഷ്ടിപ്പ് ഇതാണ് അല്ലേ? അവർ ലം യഖ്ലുഖു ദുബാബൻ, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അല്ലദീ ഖലഖ ഫസവ്വ, ഈ റബ്ബ് സൃഷ്ടിച്ചവനാണ്, ശരിപ്പെടുത്തിയവനാണ്. ഖൽഖുമായി, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ അള്ളാഹു 4 കാര്യങ്ങളാണ്, മനുഷ്യരായിരുന്നാലും മറ്റു ജീവജാലങ്ങളായിരുന്നാലും 4 പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഖൽഖാണ്, രണ്ടാമത്തത് തസ്വിയത്താണ്. ഒന്ന് സൃഷ്ടിപ്പ് നടക്കുന്നു, രണ്ടാമത്തത് സവ്വ, തസ്വിയത്താണ്, അതിനെ ശരിയാക്കുക. അത് രണ്ടാണ് ഇപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു കാര്യമുള്ളത് തഖ്ദീറാണ്, എല്ലാം നിർണയിക്കുക, നിജപ്പെടുത്തുക, കാര്യങ്ങളൊക്കെ നിർണയിക്കുക. അവൻ എത്ര കാലം ജീവിക്കും, എത്ര വയസ്സുവരെ ജീവിക്കും, ഏതൊക്കെ മേഖലയിൽ, ഏത് രാജ്യത്ത്, പിന്നെ അവൻ്റെ നിറം എന്താണ്, അവൻ്റെ ഉയരം എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലുള്ള തഖ്ദീർ അത് അള്ളാഹു നടത്തും. വൽ ഹിദായ, പിന്നെ നാലാമതൊരു കാര്യമുള്ളത് ഹിദായത്താണ്. അവൻ പിന്നെ നേർവഴിയിലാണോ, അതുപോലെ തന്നെ പിന്നെ മോശപ്പെട്ട വഴിയിലാണോ, ഇതൊക്കെയുള്ള എല്ലാം നിർണയപ്പെടുത്തിയിട്ടാണ്, നിജപ്പെടുത്തിയിട്ടാണ്, ഈ 4 പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ എന്ത് ചെയ്യുന്നത്, ഭൂമിയിലേക്ക് പടച്ചുവിടുന്നത് അല്ലേ? അല്ലദീ ഖലഖനി വഹുവ യഹ്ദീൻ, ഹിദായത്ത്, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് മാർഗദർശനം നൽകുന്നത് അല്ലേ? ഖലഖൽ ഇൻസാന മിൻ അലഖ് അല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാറ്റിനെയും അവൻ സൃഷ്ടിപ്പെല്ലാം നൽകിയിട്ട് സുമ്മ ഹദ, പിന്നെ വഴി കാണിക്കണം, അവിടെ ഹിദായത്ത് കൊടുക്കണം. വഇദാ സവ്വൈതുഹു വനഫഖ്തു ഫീഹി മിൻ റൂഹി, അങ്ങനെ ശരിപ്പെടുത്തിയാൽ, തസ്വിയത്ത് നടന്നാൽ, വനഫഖ്തു ഫീഹി മിൻ റൂഹി, എൻ്റെ ആത്മാവ്, റൂഹിനെ നാം എന്ത് ചെയ്യും, അവനിൽ ഊതുമെന്നാണ്. അപ്പോൾ ഖൽഖിന് ശേഷം തസ്വിയത്ത് നടക്കുന്നു, തഖ്ദീർ നടക്കുന്നു, പിന്നെ അവന് ഹിദായത്ത് കൊടുക്കുന്നു. പിന്നെ അല്ലദീ ഖലഖ ഫസവ്വ, തീർച്ചയായും ആ റബ്ബ് അവൻ സൃഷ്ടിച്ചവനാണ്. ഫസവ്വ,
ചൊവ്വാക്കിയവനാണ്, നേരെയാക്കിയവനാണ്. ഓക്കെ, അപ്പൊ ഇതാണ് തസ്ബിയത്ത്. പിന്നെ തസ്ബിയത്ത് കുറെ വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ശരിപ്പെടുത്തുക, നന്നാക്കി, അല്ലേ? മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യനെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു തസ്ബിയത്ത് നടത്തിയിട്ടുള്ളത്, സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കുന്നവരാണ്, വീട്ടിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. വീടുണ്ടാക്കി കാർ പോർച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ അത് നമ്മൾ വാങ്ങിയ കാറിനേക്കാൾ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിനേക്കാളൊക്കെ ചെറുതായി കഴിഞ്ഞാൽ, അല്ലേ, അങ്ങനെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. പലതരത്തിലുള്ള അബദ്ധങ്ങൾ വീട് നിർമ്മാണ രംഗത്ത് നമുക്കുണ്ടാവാറുണ്ട്. ഒരു ഫാൾട്ടും ഇല്ലാത്ത വീട് ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതൊരിക്കലും പൂർണ്ണമല്ല, പൂർണ്ണമായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള അത് എത്ര വലിയ എഞ്ചിനീയർ ചെയ്ത വർക്കായിരുന്നാലും ശരി, എന്തെങ്കിലും ഒരു പോരായ്മ അതിനുണ്ടായിരിക്കും. കാരണം മനുഷ്യനാണ് ഉണ്ടാക്കിയത്, മനുഷ്യൻ പോരായ്മയുള്ളവനാണ്, പൂർണ്ണനല്ല. അതുകൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന വസ്തുക്കൾക്കും പൂർണ്ണത പറയാൻ കഴിയില്ല. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നമ്മൾ നോക്കുക, മറ്റു ജീവജാലങ്ങളുടെ, കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ ഒട്ടകങ്ങളെ സംബന്ധിച്ച്, പർവ്വതങ്ങൾ, ഭൂമി, ആകാശം, ഇവയുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കാൻ എന്തെങ്കിലും പോരായ്മ അല്ലേ, അതിലെന്തെങ്കിലും ഒരു തഫാവുത്ത്, എന്തെങ്കിലും ഒരു ഏറ്റ വ്യത്യാസം, അതവിടെയല്ല, അതിങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടിയിരുന്നത് എന്ന് പറയാൻ കഴിയാത്ത വിധമുള്ള അതിസൂക്ഷ്മമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. ഇനി അതൊക്കെ പോരാ, ഇനി മനുഷ്യനിലേക്ക് നോക്കാനാണ് പറഞ്ഞത്. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണവൻ, ഫസവ്വ, എല്ലാം ശരിപ്പെടുത്തിയവനാണ്, അല്ലേ? നമ്മുടെ കണ്ണ് നമ്മൾ നോക്കുക, ആ കണ്ണ് ഒരല്പം മുകളിലാണെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക? കുറച്ച് മുകളിലാണ്, അല്ലേ? കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ മതിയാകില്ല, അത്രയും അപകടങ്ങളായിരിക്കും കണ്ണിന് ഓരോ സെക്കൻഡുകളിലും മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിസൂക്ഷ്മമായ, അല്ലേ, അത് വേണ്ട സ്ഥലത്ത് അള്ളാഹു എന്ത് ചെയ്തു? സംവിധാനിച്ചു. ഒരു അപകടവും അതിന് പറ്റുന്നില്ല, അല്ലേ? അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും ഒരു സാധ്യത, അവിടേക്ക് എന്തെങ്കിലും ഒന്ന് വന്ന് പറ്റാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കൺപുരികവും അതുപോലെ തന്നെ കൺപോളകളുമെല്ലാം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ നോക്ക്, ആ കൺപോളകൾ, അല്ലേ, അതിനൊക്കെ തസ്ബിയത്ത്, എല്ലാറ്റിനും തസ്ബിയത്ത് നടത്തണം. മുടി എങ്ങനെ നമുക്ക് മാസത്തിൽ ഒരു തവണയോ 2 തവണയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലൊക്കെ മുടി ഇങ്ങനെ നീണ്ടുവരുമ്പോൾ അതിങ്ങനെ വെട്ടിക്കൊടുക്കുന്നു, അതിങ്ങനെ നീണ്ടുവരുന്നൊരു സാധനമാണ്. എന്നാൽ നമ്മുടെ കൺപുരികം അത് നീണ്ടുവരുന്നില്ല. ഇത്ര കാലമായി 10, 60, 70 വർഷമായിട്ട് ആ രോമങ്ങൾ അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്, അല്ലേ? അങ്ങനെ നീണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? കണ്ണ് കാണാത്തൊരവസ്ഥ വരും, അല്ലേ? അപ്പോൾ ആ പുരികങ്ങൾക്ക്, കൺപോളകൾക്ക്, കൺപീലികൾക്ക് എല്ലാറ്റിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. മൂക്കിന് മൂക്കിൻ്റേതായ സ്ഥാനം, അത് വേറെ എവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, എവിടെയെങ്കിലും അത് വെക്കാൻ പറ്റുമോ? അത് അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അതുള്ളത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള വെള്ളം, അല്ലേ, സദാസമയവും അതെന്താണ്, പിന്നെ ഒരു ഡ്രൈ ആകുന്നൊരവസ്ഥയില്ല, ഉണങ്ങുന്നൊരവസ്ഥ അതിനില്ല. അതിനാണ് മനുഷ്യനിങ്ങനെ കണ്ണുകൾ ചിമ്മിക്കൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളം ഇങ്ങനെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ അത് നനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളെ പിന്നെ വായ തുറന്നാൽ അവിടെ പല്ലുണ്ട്, നാവുണ്ട്, അല്ലേ? ആ നാവ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സദാസമയവും. അതിനാണ് അള്ളാഹു തുപ്പൽ, ഉമിനീര് സംവിധാനങ്ങളൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവാൻ, ആ ഭക്ഷണം ദഹിക്കാൻ, ഇതിനൊക്കെ ഈ ഉമിനീര് സഹായകമാണ്, അല്ലേ? ഈ ഉമിനീരില്ല എങ്കിൽ നമ്മുടെ നാവ് അതുപോലെ അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. നാവ് അത് പൊട്ടിപ്പോകും ഉണങ്ങിക്കഴിഞ്ഞാൽ. വെള്ളമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ആ നാവ് വിണ്ട് കീറി പൊട്ടി വേദനിക്കും, മനുഷ്യൻ സംസാരിക്കാൻ കഴിയില്ല പിന്നെ. അപ്പോൾ ഉമിനീരിന് വലിയ പ്രാധാന്യമുണ്ട്. എല്ലാം വളരെ തസ്ബിയത്താണ്, അല്ലേ? അപ്പോൾ ഓരോ രോമങ്ങളും, മനുഷ്യ ശരീരത്തിലുള്ള രോമങ്ങൾക്ക് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. പല്ലിലും വായിലും അതുപോലെ തന്നെ
കണ്ണിലുമൊക്കെയുള്ള ദ്രാവകങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ ചെവിയിലുള്ള വാക്സ് നമ്മളിങ്ങനെ എടുത്ത് കളയാറുണ്ടല്ലോ, ആ വാക്സുകൾക്ക് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് അല്ലേ? പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ, മറ്റു ജന്തുജാലങ്ങൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ അതിനെ വാക്സ് തടഞ്ഞു നിർത്തുന്നുണ്ട്. വാക്സ് അത്യാവശ്യം വാക്സുകൾ അവിടെ വേണം. കൂടുതലായി ഉള്ളത് നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളത് പിന്നെ നല്ലതാണ്. പക്ഷെ അതിലപ്പുറം അവിടെയുള്ള മുഴുവൻ വാക്സുകളെയും നമ്മൾ നീക്കം ചെയ്താൽ നമ്മുടെ ചെവിക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും പിന്നെ വമാ ഖലഖ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത, ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത ആകൃതിയിൽ, വ്യത്യസ്ത രൂപത്തിൽ, വ്യത്യസ്ത ശരീരപ്രകൃതിയോടുകൂടി മനുഷ്യനെ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണവൻ. എന്നിട്ട് ഫഹദ ഖദ്ദറ ഫഹദ, തഖ്ദീർ ചെയ്തു, കണക്കാക്കി, ഇവൻ ആണാണ്, ഇവൻ പെണ്ണാണ്, ഇവൻ ഇത്രകാലം ജീവിക്കേണ്ടവനാണ്. ഇങ്ങനെ കണക്കുകൾ നിശ്ചയിച്ച് അവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ റിസ്ഖും നൽകി, എല്ലാ നിലക്കുമുള്ള, ഏത് നാട്ടിൽ ഏത് സ്ഥലത്ത് അല്ലേ എവിടെ ജീവിക്കണം അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞല്ലോ അല്ലേ, അമേരിക്കയിൽ ഇലക്ഷൻ നടന്നു അല്ലേ. ഇന്ത്യയിലുള്ള ഒരു പെണ്ണ്, ഇന്ത്യയിൽ ജീവിക്കേണ്ട, ഇന്ത്യയിൽ ജനിച്ച, പഠനമെല്ലാം പിന്നെ അമേരിക്കയിലൊക്കെ ആയൊരു പെണ്ണ്, അവരിപ്പോൾ വൈസ് പ്രസിഡൻ്റായി മാറി അല്ലേ. അത് അള്ളാൻ്റെ ഒരു തഖ്ദീറാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തഖ്ദീറുണ്ട്. ഓരോരുത്തരും എത്തിപ്പെട്ട മേഖലകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ചിലപ്പോൾ ജനിച്ച നാട്ടിലാവണമെന്നില്ല, എവിടെയെങ്കിലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക്, പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് മനുഷ്യൻ എത്തിച്ചേരുകയാണ് അല്ലേ. ഖദ്ദറ ഫഹദ, അള്ളാൻ്റെ തഖ്ദീറാണ് അല്ലേ. ബൈനൽ ഫർഹി വദ്ദമി ലബനൻ ഖാലിസൻ അല്ലേ. ഒട്ടകങ്ങളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ വന്നില്ലേ, അതിൻ്റെ പാല് വരുന്നത് അല്ലേ, അതിൻ്റെ പിന്നെ വിസർജ്യ വസ്തുക്കളുടെയും അതുപോലെ തന്നെ രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് ശുദ്ധമായ ഖാലിസായ പാല് വരുന്നത് നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചില്ലേ. അതുപോലെ തന്നെ തേനീച്ചകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് തേനീച്ചയിലുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പഴങ്ങൾ, വ്യത്യസ്തങ്ങളായ പഴങ്ങൾ, വ്യത്യസ്ത രുചിയിലുള്ള പഴങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളാണ്. ഒരു സ്ഥലത്ത് തന്നെ ഒരേ മണ്ണ് അല്ലേ, ഒരേ വെള്ളം നമ്മൾ കൊടുത്താലും വ്യത്യസ്തങ്ങളായ രുചിയിലുള്ള, വ്യത്യസ്ത രൂപങ്ങളിലുള്ള പഴങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നജ്മും ഷജറും ഒക്കെ അങ്ങനെ തന്നെയാണ്. വിവിധങ്ങളായ മരങ്ങൾ, വലിയ മരങ്ങൾ, ചെറിയ മരങ്ങൾ അല്ലേ. ചില മരങ്ങൾക്ക് സൂര്യപ്രകാശം ആവശ്യമാണ്, ചിലതിന് ആവശ്യമില്ലാത്തതാണ്, അത് കരിഞ്ഞു പോകും. അപ്പം അങ്ങനെയുള്ള ഓരോ തഖ്ദീറുകൾ മനുഷ്യൻ്റെ വിഷയത്തിലും ജീവജാലങ്ങളുടെ വിഷയത്തിലും സസ്യങ്ങളുടെ വിഷയത്തിലുമെല്ലാം അള്ളാഹു നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളുണ്ട്. ഖൽഖുണ്ട്, തസ്വിയത്തുണ്ട്, തഖ്ദീറുണ്ട്, ഹിദായത്തുണ്ട്. ഇതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൽ 4ാമത് പറഞ്ഞ ഹിദായത്ത്, അത് മനുഷ്യരുടെയും ജിന്നുകളുടെയും വിഷയത്തിൽ മാത്രമാണ് ഹിദായത്തുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു തഖ്ദീറും അവരുടേതായ ഒരു ഹിദായത്തുമുണ്ട്. എന്നാൽ നന്മ തിന്മകളെ വിച്ഛേദിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ്, ജിന്നുവർഗത്തിനും. ഇനി അടുത്തത് വല്ലദീ അഖ്റജൽ മർഅ. ഇനി അള്ളാന്റെ വേറൊരു പ്രത്യേകതയാണ്, റബ്ബിന്റെ വേറൊരു പ്രത്യേകതയാണ് പറയുന്നത്. അഖ്റജൽ മർഅ, അഖ്റജ അവനാണ് പുറത്തെടുത്തത്, ഉൽപ്പാദിപ്പിച്ചത്. അഖ്റജ എന്ന് പറഞ്ഞാൽ ഖറജ പുറപ്പെട്ടു, അഖ്റജ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ചു. വല്ലദീ അഖ്റജൽ മർഅ, മേച്ചിൽ സ്ഥാനങ്ങളെ. മർഅ എന്ന് പറഞ്ഞാൽ റഅ, റാഇ, മർഅ. റഅ എന്ന് പറഞ്ഞാൽ മേഞ്ഞു എന്നാണ്, റാഇ എന്ന് പറഞ്ഞാൽ ഇടയൻ, ആട്ടിടയനൊക്കെ റാഇ എന്ന് പറയും. മർഅ മേച്ചിൽ സ്ഥലം, ആടുകളൊക്കെ പുല്ലൊക്കെ. അപ്പോൾ സസ്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വല്ലദീ അഖ്റജൽ മർഅ, മേച്ചിൽ സ്ഥലങ്ങളെ, സസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നവനാണ്, ഉൽപ്പാദിപ്പിച്ചവനുമായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക. അപ്പോൾ സൃഷ്ടിക്കുകയും കണക്കാക്കുകയും വല്ലദീ ഖദ്ദറ ഫഹദ, 4 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖലഖ, സവ്വ, ഖദ്ദറ, ഫഹദ. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ.
വല്ലദി അഖ്റജൽ മർഅ, മേച്ചിൽ സ്ഥലങ്ങളെ പുറത്തെടുക്കുകയും അതായത് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക. അഖ്റജ മിൻഹ മാഅഹ വമർആഹ, അല്ലേ? അഖ്റജ മിൻഹ മാഅഹ വമർആഹ വൽ ജിബാല അർസാഹ മതാഅൻ ലക്കും വലി അൻആമിക്കും എന്നൊക്കെ ഖുർആൻ പല സ്ഥലങ്ങളിലായി ഇതുപോലെയുള്ള സമാനമായ ഒരുപാട് ആയത്തുകൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങൾ കൃഷിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? നിങ്ങളാണോ അത് സറഅ് ചെയ്യുന്നത് അതോ നാം ആണോ, അല്ലേ? അപ്പം അങ്ങനെ ഖുർആൻ്റെ പല സ്ഥലങ്ങളിലായി അള്ളാഹു സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഫജഅലഹു ഗുസാഅൻ അഹ്വ, എന്നിട്ട് ആ സസ്യങ്ങളെ ഫജഅലഹു ഗുസാഅൻ അഹ്വ, ഗുസാ എന്താണ്? ഫജഅലഹു, എന്നിട്ട് അതിനവൻ ചാമ്പലാക്കി എന്നാണ്. ഗുസാ ജഅലഹു ഗുസാഅൻ അഹ്വ, ചുവന്ന വർണ്ണമുള്ള, ചാമ്പലാക്കി അതിനെ തീർത്തു എന്നാണ്. പച്ചയായിരുന്നു അത്, പിന്നെ അതെന്താക്കി? ഒരു മഞ്ഞയാക്കി, അല്ലേ? പിന്നെ അത് അല്ലേ പഴുത്ത് വരുമ്പോൾ, ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ അതൊരു മഞ്ഞ നിറത്തിലാണ്. പിന്നെ അത് ഒരു മണ്ണിനോട് ചേർന്ന ഒരു കളറായി അങ്ങനെ മാറും, അല്ലേ? കറുപ്പായി അങ്ങനെ ഒരു ചാരനിറമുള്ളതായി മാറും. അതാണ് അള്ളാഹു അതിനെ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതാക്കി ചവറാക്കി തീർത്തു, അതിനെ ഉസാ ആക്കി തീർത്തു, ചണ്ടിയാക്കി അതിനെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്, ഈ സസ്യങ്ങളെയെല്ലാം. സനുഖരിഉക ഫലാ തൻസ, സനുഖരിഉക ഫലാ തൻസ. അപ്പം ഇങ്ങനെയുള്ള റബ്ബ്, ഈ റബ്ബ് സനുഖരിഉക, നാം നിനക്ക് വായിച്ച് കേൾപ്പിച്ചു തരും. ഫലാ തൻസ, നീ മറന്നു പോകരുത്, നീ മറന്ന് പോകാതിരിക്കാൻ നാം നിനക്ക് ഓതിത്തരും, നീ മറന്നു പോകില്ല, ബേജാറാവണ്ട, പേടിക്കണ്ട എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അല്പം ധൃതി ഉണ്ടായി എന്നാണ്. വഹയിൻ്റെ ആരംഭത്തിലൊക്കെ നബിക്കത് വലിയ താല്പര്യം ഈ ഖുർആൻ പഠിക്കാൻ, അള്ളാൻ്റെ ആയത്തുകൾ ഇങ്ങനെ ജിബ്രീൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ വലിയ താല്പര്യത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് മനപ്പാടമാക്കുക, ഹിഫ്ളാക്കുകയാണ്. അപ്പോൾ ഈ ധൃതി കുറച്ച് കൂടിയപ്പോൾ ലാ തുഹർരിക് ബിഹി ലിസാനക്, അല്ലേ? ലിതഅജല ബി, നീ നിന്റെ നാവ് ഇങ്ങനെ ചലിപ്പിക്കേണ്ട ധൃതി കൂട്ടിയിട്ട്. അപ്പോൾ സാവകാശം പഠിച്ചാൽ മതി. സനുഖരിഉക ഫലാ തൻസ, നാം നിനക്ക് ഓതിത്തരാം, പേടിക്കണ്ട. ഫലാ തൻസ, നീ മറന്നു പോവുകയില്ല എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇല്ല മാഷ അല്ലാഹ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ ഒരു മുദരിസായി കടന്നു വരികയാണ്, അല്ലേ? അള്ളാഹിൻ്റെ സന്ദേശം ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കേൾപ്പിക്കുന്ന ഒരു മുദരിസിൻ്റെ റോളിലാണ്, ഒരു അധ്യാപകൻ്റെ റോളിലാണ് ജിബ്രീൽ കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ത്വാലിബായിട്ട്, ഒരു വിദ്യാർത്ഥിയായിട്ട്, അല്ലേ? മാ അന ബിഖാരി, അല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശരീരം ഒന്ന് കൂട്ടിപ്പിടിച്ചു. അപ്പോൾ അത് വേദനയാക്കാൻ വേണ്ടി ചെയ്തതൊന്നല്ല, കുറച്ച് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഒന്ന് ചേർത്ത് പിടിച്ചതാണ്. അപ്പോൾ ആദ്യത്തിലൊരു അങ്ങനെ ഒരു ചെറുത്തുപിടിയൊക്കെ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറൊക്കെ ഉണ്ടായിരുന്നു, പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഓടിപ്പോയതും പനിച്ചു കിടന്നതൊക്കെ, പുതപ്പിട്ട് മൂടിയതൊക്കെ. ഇല്ല മാഷ അള്ളാഹ്, ഇല്ല മാഷ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, ഇന്നഹു യഅലമുൽ ജഹ്റ, അള്ളാഹ്ക്കറിയാം, ജഹ്റും അറിയാം, വമാ യഖ്ഫ, രഹസ്യമായതും പരസ്യമായതും. ജഹ്ർ എന്ന് പറഞ്ഞാൽ ഉറക്കെ എല്ലാവരും വിളിച്ചു പറയുന്ന സംഗതി ജഹ്റാണ്, പരസ്യമായ സംഗതി, അത് അള്ളാഹ്ക്കറിയാം. വമാ യഖ്ഫ, ഖഫിയ യഖ്ഫ, ഗോപ്യമായത്, മറഞ്ഞത്, ഇതും അള്ളാഹുവിനറിയാം എന്നുള്ളതാണ്. അപ്പോൾ സാവകാശം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി, ഒരിക്കലും താങ്കൾ മറന്നു പോവുകയില്ല, ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസവാക്ക് എന്ന നിലക്ക് നൽകുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സമയങ്ങളിലും പിന്നെ പല പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണെന്ത്? റബ്ബി ഷ്റഹ്ലി സ്വദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് മൂസാ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഹൃദയ വിശാലത കിട്ടാൻ, കാര്യങ്ങൾ എളുപ്പമാവാൻ, അല്ലേ, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ പറയുന്ന കാര്യങ്ങൾ ആളുകൾ പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ശൈലിയും പിന്നെ കഴിവും പ്രവാചകന്റെ പ്രബോധനത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പിന്നീട് ധൃതി കൂട്ടേണ്ടതില്ല, സാവകാശം ഓതിയാൽ മതി, പഠിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയിട്ടുള്ളത്. ഫദക്കിർ ഇല്ലാ മാഷാ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. രഹസ്യമാക്കിയതും പരസ്യമായതുമായ എല്ലാ വിവരങ്ങളും അള്ളാഹുവിനടുക്കലുണ്ട്. ഇന്നഹു യഅലം, തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്, അൽ ജഹ്റ, ജഹ്റായതും വമാ യഖ്ഫ, രഹസ്യമായതും. വനുയസ്സിറുക ലിൽ യുസ്ര, വനുയസ്സിറുക, തീർച്ചയായും യസ്സറ, യസ്സറ എന്ന് പറഞ്ഞാൽ എന്താ? യുസ്ർ, ഇന്ന ഹാദ ദീൻ യുസ്ർ എന്ന് പറഞ്ഞില്ലേ, ഈ ദീൻ വളരെ എളുപ്പമുള്ളതാണ്. വനുയസ്സിറുക, തീർച്ചയായും നാം എളുപ്പമാക്കി തരും, ഈ യുസ്ര, കൂടുതൽ എളുപ്പമുള്ളതിലേക്ക് നിനക്ക് നാം വഴി കാണിച്ചു തരും എന്നാണ് അതിനർത്ഥം. വനുയസ്സിറുക ലിൽ യുസ്ര. ഇപ്പോൾ ഈ ആദ്യ കാലഘട്ടത്തിൽ, ഈ പ്രബോധനത്തിൻ്റെ തുടക്കത്തിൽ ഇത് ആദ്യമായി ആളുകൾ കേൾക്കുകയാണ്, അല്ലേ? 360ഓളം വിഗ്രഹങ്ങളെ വിളിച്ച് ആരാധിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ഇതൊക്കെ വെടിഞ്ഞുകൊണ്ട് ഏകനായ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ വനുയസ്സിറുക ലിൽ യുസ്ര, പേടിക്കേണ്ട, സാവകാശം കേൾപ്പിച്ചു കൊടുത്താൽ മതി. വനുയസ്സിറുക ലിൽ യുസ്ര, കൂടുതൽ എളുപ്പമായതിലേക്ക് നിനക്ക് നാം സൗകര്യമുണ്ടാക്കി തരുന്നതാകുന്നു. വനുയസ്സിറുക, നാം യുസ്ർ നൽകും, സൗകര്യം ചെയ്യും, എളുപ്പം നൽകും, ലിൽ യുസ്ര, കൂടുതൽ എളുപ്പമുള്ളതിലേക്ക്. അതുകൊണ്ട് ബഷിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധകരോടായി പറഞ്ഞ സംഗതിയാണ്. നമുക്കൊക്കെ ചില സമയങ്ങളിൽ പലപ്പോഴും വൈകാരികമായ പലതും നമുക്കുണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയില്ലേ, ഫ്രാൻസിലുണ്ടായ സംഭവങ്ങളൊക്കെ, അല്ലേ? ഒരു 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനെ കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ കഴുത്തറുത്ത് കൊന്നു, അല്ലേ? അതിൻ്റെ പ്രയാസങ്ങൾ ഫ്രാൻസിലെ ജനത, മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവധാനതയില്ലാത്ത, ക്ഷമയില്ലാതെ, അല്ലേ, പെരുമാറിയതിൻ്റെ, അല്ലേ, ഒരു എടുത്തുചാട്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ക്ഷമയും സഹനവും ഒക്കെ പ്രബോധന രംഗത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അപ്പം അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വലിയ വലിയ മറ്റു നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രബോധകരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബഷിറു, സന്തോഷവാർത്ത അറിയിക്കുക, വലാ തുനഫിറു, വെറുപ്പിക്കരുത് ആളുകളെ വെറുപ്പിക്കരുത്. യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം ആളുകൾക്ക്, വലാ തുഅസ്സിറു, പ്രയാസങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന ഒരു വസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധകർക്കായി നൽകിയിട്ടുണ്ട്, അല്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ, അല്ലേ, ഈ കാരുണ്യം കാണിക്കുന്നത്. ഈ കാരുണ്യം അള്ളാഹു താങ്കളുടെ മനസ്സിലിട്ട് ചെന്നില്ല എങ്കിൽ ലംഫളു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഓടിപ്പോകുമായിരുന്നു. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അല്ലേ, സനുഖരിഉക ഫലാ തൻസ, സാവകാശം ഓതി പഠിക്കുക, താങ്കൾ മറക്കൂല, അങ്ങനെ ആശ്വാസവാക്കുകൾ കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് 23 കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് അനുയായികളെ പ്രവാചകന് കിട്ടിയത്. എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്ന് പിന്നെ ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണോ കുറയാണ്?
അല്ലേ? ഓരോ ദിവസവും അല്ലേ, അത് രാഷ്ട്രീയ സംഘടനയായിരുന്നാലും മതസംഘടനകളായിരുന്നാലും അതൊക്കെ ഇങ്ങനെ പിളർന്ന് പോവാണ്. ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ് അല്ലേ, പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറുന്ന ഒരു സമയത്താണുള്ളത്. അപ്പോൾ അനുയായികളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ സ്വഭാവമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ബഷിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു, ഇതുണ്ടെങ്കിൽ ആളുകൾ ഒപ്പം കൂടാനുണ്ടാവും. ഇപ്പോൾ ഇസ്ലാമിക പ്രബോധകർ എന്നുള്ള നിലയ്ക്ക് അനിവാര്യമായും ഉണ്ടാവേണ്ട 2 ഗുണങ്ങളാണ് എന്ത് ചെയ്യുക? ബഷിറു, സന്തോഷ വാർത്ത അറിയിക്കുക, യസ്സിറു, നിങ്ങൾ എളുപ്പമുണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഫദക്കിർ, നീ മുന്നറിയിപ്പ് നൽകുക. ഇന്നഫഅത്തി ദിക്റ, നീ മുന്നറിയിപ്പ് നൽകുക. ഇന്നഫഅത്തി ദിക്റ, ദിക്ർ ചിലപ്പോൾ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. ഫദക്കിർ, നബിയെ താങ്കൾ അവർക്ക് ഉത്ബോധനം നൽകിക്കൊണ്ടേയിരിക്കുക, അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുക. ഇന്നഫഅത്തി ദിക്റ, ഈ ദിക്ർ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു വയഖ്ഷ. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും അള്ളാഹു പറഞ്ഞതാണ്. അതേ ആശയം തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, അവനോട് മാന്യമായ വാക്കുകൾ പറയുക. ലഅല്ലഹു യതദക്കർ, അവർ ഉത്ബോധനം സ്വീകരിച്ചേക്കാം. വയഖ്ഷ, ഭയപ്പെടുകയും ചെയ്തേക്കാം. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, തീർച്ചയായും ദിക്ർ, ഈ ഉത്ബോധനം ഉണ്ടല്ലോ, അത് വിശ്വാസികൾക്ക് ഗുണം ചെയ്യുന്ന. ഉള്ളിൽ ചെറിയ ഒരു ഈമാൻ ഉണ്ടെങ്കിൽ, വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ, ഈമാൻ ചെറിയ തോതിലുണ്ടെങ്കിൽ തീർച്ചയായും ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, വസിയ്യത്തുകൾ, അത് അവന് ഉപകാരം ചെയ്യും എന്നുള്ളതാണ്. ഏതായിരുന്നാലും പിന്നെ ദിക്റുമായി തദ്കീറുമായി ബന്ധപ്പെട്ട വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഖുർആൻ സ്വീകരിച്ചിട്ടുള്ള ശൈലി, ദിക്ർ കൊടുക്കേണ്ടത്, ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് ഫദക്കിർ ബിൽ ഖുർആൻ കൊണ്ടാണ് എന്നാണ്. ഖുർആൻ കൊണ്ട് ആളുകളെ, അപ്പോൾ അതിനാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വലിയ പ്രാധാന്യം നമ്മുടെ പ്രബോധനത്തിൻ്റെ ആദ്യം തൊട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഖുർആൻ പഠിക്കണ ആളുകൾ ഫാത്തിഹ തൊട്ടങ്ങോട്ട് എല്ലാ സൂറത്തുകളുടെയും അർത്ഥവും ആശയവും വിശ്വാസി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് ഖുർആന്റെ ശൈലി. ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്, ഖുർആൻ കൊണ്ട് ആളുകളെ ഉപദേശിക്കാൻ കഴിയണം. അപ്പോൾ ഖുർആൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിശദീകരണം, അതെന്താണ്, അതിൻ്റെ ആശയം എന്താണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൂടി നോക്കേണ്ടി വരും. അപ്പോൾ ഖുർആനും സുന്നത്തും പിന്നെ പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഏതായിരുന്നാലും പിന്നെ ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരമായി വിശ്വാസികൾക്ക് വേണം എന്നതാണ് ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്നത്. ഫദക്കിർ ഇന്നഫഅത്തി ദിക്റ സയദ്ദക്കറു മൻ യഖ്ഷ, ഭയമുള്ളവൾ, ഒരല്പം പേടിയുള്ള ആളുകൾ, പരലോകത്തെ സംബന്ധിച്ച് അള്ളാഹിനെ സംബന്ധിച്ചൊക്കെ പേടിയുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം. സയദ്ദക്കർ, അവർ ഓർത്തേക്കാം എന്നുള്ളതാണ്. വയതജന്നബുഹൽ അഷ്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്ര. ഇനി നമുക്ക് അടുത്ത ആയത്ത് മുതൽ വേറൊരു വിഷയമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഈ സയദ്ദക്കറു മൻ യഖ്ഷ എന്ന 10ാമത്തെ ആയത്തിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം എന്നും ആ റബ്ബ് ആരാണ് എന്നും അവൻ്റെ ഗുണവിശേഷണങ്ങൾ എന്താണ് എന്നും അള്ളാഹു മനുഷ്യരെയും ഇതര ജീവജാലങ്ങളെയും എങ്ങനെയാണ് സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് എന്നും അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടി, അത് പിന്നെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതോടൊപ്പം തന്നെ പിന്നെ ലോകത്തുള്ള മുഴുവൻ, വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യർക്കുമുള്ള ഒരു മാർഗദർശകൻ കൂടിയാണ്. അപ്പോൾ ആ നിലക്ക്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതകാലത്ത് ഒരു പ്രബോധകൻ എന്നുള്ള നിലക്ക്, ഒരു മാർഗദർശകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശൈലിയും സ്വഭാവവും എല്ലാം നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രബോധകരായ നമുക്കും ഒരുപാട് ഗുണപാഠങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതൊന്നും സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെ പ്രവാചകൻ വളരെ താണ് വീണ് പ്രവാചകന്റെ ദൗത്യം നിർവഹിച്ചപ്പോഴും അത് കേൾക്കാനോ അത് വിശ്വസിക്കാനോ തയ്യാറാവാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചൊക്കെയാണ് പിന്നീട് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും 10 ആയത്തോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെ ആ 10 ആയത്തുകളൊന്ന് ഓതി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ നഹ്വാ സനുഖ്രിഉക ഫലാ തൻസാ ഇല്ലാ മാ ശാഅ അല്ലാഹു ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ വനുയസ്സിറുക ലിൽ യുസ്റാ ഫദക്കിർ ഇൻ നഫഅതിൽ ദിക്റാ സയദ്ദക്കറു മൻ യഖ്ശാ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആയത്തുകളിൽ ഏതെങ്കിലും ആശയം വ്യക്തമാവാത്തതോ അർത്ഥം വിശദീകരിക്കേണ്ടതോ ഉണ്ടെങ്കിൽ ഒന്ന് പറയാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ്സിന്റെ നന്ദി നാസർ. അബ്ദുൽ നാസർ ടി വി നാസർ. നാസറാക്ക് ലൈനിലില്ലേ? ഹലോ. നന്ദി പറഞ്ഞോളൂ. ഒരു ചെറിയ വർക്ക് ഇതിൽ ഞാൻ തരട്ടെ അടുത്ത ക്ലാസ്സിലേക്ക്. ചെറിയൊരു പ്രവർത്തനം, അതായത് ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ. ഓക്കെ, ഈ സൂറത്തില് ചില അവതാതുകൾ വരുന്നുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ വരുന്നുണ്ട്. ഒരു വാക്ക് വന്നു, അതിന്റെ ഓപ്പോസിറ്റ് വിപരീത പദം തന്നെ ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട് ചില പദങ്ങൾക്കൊക്കെ. അത് ഏതൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്താം. സൂറത്ത് മുഴുവനായിട്ടൊന്ന് പരിശോധിക്കാം. സൂറ അൽ-അഅല ക്ലിയർ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി പറഞ്ഞു. ക്ലാസ് എടുത്ത ഉത്തരവിലേക്ക് എല്ലാവർക്കും പശ്ചാത്തലം
ഈ ക്ലാസ് അവസാനത്തായിട്ട് സ്വാഗതം. നമുക്ക്